الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. سيدنا വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഇപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ ദീന് العلم حياة الإسلام وعماد الدين. അല്ലാഹുവിന്റെ ദീനിന്റെ ജീവൻ ഇൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. അൽ ഇൽമ എന്ന് പറയുന്നത് അലിഫ് ലാം ഉള്ള ഇൽമാണ്. താലിമീങ്ങൾക്കൊക്കെ അറിയാലോ, അഹദിന്റെ അലിഫ് ലാം എല്ലാ ഇൽമുമല്ല, ഒരു നിശ്ചിത ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സമ്പൂർണതയിലുള്ള അറിവ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിൻ്റെ ദീനിയായ അറിവുകൾ. അത് ഹയാത്തുൽ ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ ജീവന്റെ പ്രാധാന്യം പറയേണ്ടത് നമ്മൾ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ അന്ന് മരക്കൂട്ടത്തിൽ ഇടയിൽ ഒരു ഭീകരനായ സിംഹം നിൽക്കുന്നതായി നാം കണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മെ തന്നെ തുറച്ചു നോക്കി നിൽക്കുക. അപ്പൊ ആദ്യത്തെ കാണലിൽ നമ്മളൊന്ന് ഞെട്ടും. വണ്ടിയില്ലെങ്കിൽ രക്ഷപ്പെടാന്ന് വിചാരിക്കാം, നടന്നു പോവുകയാണെങ്കിലോ. അപ്പൊ അവിടെ കുറച്ചു നേരം നിന്നു സിംഹത്തിന്റെ ചലനം. കുറെ നേരം നിന്നിട്ടും അത് അനങ്ങാതെ നിൽക്കുക, നമ്മളെ തന്നെ നോക്കുക. പക്ഷെ എത്ര നേരമായിട്ടും തലയാട്ടാതെ, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ ഇങ്ങനെ നിൽക്കണം. നമുക്ക് ചെറിയൊരു ആശങ്ക, ഒരു ചെറിയ കല്ലെടുത്ത് എല്ലാം ഒന്ന് എറിഞ്ഞു നോക്കി അതിൻ്റെ പുറത്ത് ഒരു ശബ്ദമുണ്ടാക്കി. കല്ല് വീണ് കരിയിലെ ശബ്ദപ്പെട്ടിട്ടും അതാണ് മൂന്നത്. അതൊരു സംശയം, എന്താണ് ഇങ്ങനെ നമുക്ക് ജീവൻ കുറച്ച് ധൈര്യം കിട്ടിയ പോലെ ഒരു കല്ലെടുത്ത് അതിൻ്റെ തൊട്ടടുത്തെത്തുന്ന വിധത്തിൽ ആക്കമില്ല. പിന്നെ കുറച്ചുകൂടി ധൈര്യം, ഒരു കല്ലെടുത്ത് അതിൻ്റെ ശരീരത്തിൽ കൊള്ളിക്കത്തക്ക വിധം നിന്നു, ശരീരത്തിൽ കൊണ്ടു. അതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു അതിന് ജീവനില്ല. അതാരോ കൊണ്ടുവന്ന് വെച്ചത് സിംഹപ്രതിഭ. നേരത്തെ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയ നമുക്ക് ഇപ്പൊ ധൈര്യം കൂടി നേരെ അങ്ങോട്ട് ചെന്നു, അതിന്റെ പുറത്തൊക്കെ കയറിയിരുന്നു, ഒന്ന് ഫോട്ടോ പോസ് ചെയ്തു. നല്ല ഉത്സാഹം, ഒരു വിനോദങ്ങൾ. എന്താണ് നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പുള്ള ആ മാനസികാവസ്ഥ മാറി. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഭയമില്ല, ആശങ്കയും. ഇപ്പൊ നമ്മുടെ കളിപ്പാവ് വ്യത്യാസം എന്താണ്? നേരത്തെ ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ
അത് അവിടെ ഒന്നാകെ തകർക്കാൻ അത് തന്നെ മതി. ഇപ്പൊ ജീവൻ ഇല്ലെന്ന് ബോധ്യപ്പെട്ടു എങ്കിൽ അത് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു പേടിയില്ല, അത് തട്ടിക്കൊടുക്കും. ഇതാണ് ദീനിന്റെയും അവസ്ഥ. ദീനിന് ജീവനുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് ആദരവുണ്ടാകും, ബഹുമാനമുണ്ടാകും, അതിനോട് കളിക്കാൻ ഭയപ്പാടുണ്ട്. ജീവനില്ലാത്ത ദീനാണെങ്കിലോ ഈ സിംഹപ്രതിമ പോലെ വെറുതെയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമാണ് ജീവൻ. ഇൽമില്ലെങ്കിൽ നമ്മുടെ ദീനിന് ജീവൻ. ദീനിന് ജീവനില്ലെങ്കിൽ മുമ്പ് പണ്ട് കാലത്ത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ അവരെ ആദരവോടെ നോക്കിയിരുന്ന, ഭയപ്പാടോടെ സമീപിച്ചിരുന്ന ഇതര മതവിശ്വാസികൾ, മതമില്ലാത്തവർ എല്ലാം അതിന് ജീവനില്ലെന്നറിഞ്ഞാൽ കുതിരകയറും, അവർ പരിഹസിക്കും, റോഡും എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. കാരണം മുസ്ലിം പേര് മാത്രമായി ജീവനില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുക. അപ്പൊ നമുക്ക് ഈ ഇൽമിന്റെ ജീവൻ ഉലമാവ് ആണല്ലോ. ഇൽമ ഉള്ളവർ, പരിശുദ്ധ ദീനിന്റെ ജീവൻ ആരുടെ കയ്യിലാണ്? അത് ഉലമാവിന്റെ കയ്യിലാണ്. ഇൽമാണല്ലോ അതിന്റെ ജീവൻ. എങ്കിൽ അതിനെ ജീവസുദ്ധതായി നിലനിർത്താൻ അന്ത്യനാൾ വരെ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ഇൽമുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇസ്ലാം ആദരിക്കപ്പെടുന്നത്. ഇന്ന് മുമ്പത്തെ അവസ്ഥയല്ലല്ലോ നമ്മൾ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എവിടെയുമുള്ള അവസ്ഥ അങ്ങനെയാണ്. ഉലമാക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഉലമാക്ക്, അതാണ് ഉലമാക്ക് എന്ന് പറയുന്നത്. കിതാബുകൾ പഠിച്ചതുകൊണ്ട് അത് പറഞ്ഞ ആലിമാക്കും. ഇന്നമായ അൽ ഉലമ ആണ് അവിടെയും പറഞ്ഞ അലിഫലാമുള്ള ഉലമ. അള്ളാഹുവിനെ കുറിച്ച് ഭയഭക്തി ഉണ്ടാകുക ഉലമ എന്നാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടെങ്കിൽ ഇൽമുണ്ട്. ഇൽമുണ്ടായിട്ടും എത്ര കിതാബുകൾ കാണാതെ പഠിച്ചിട്ടും തിന്മകൾ ചെയ്യാനോ തെറ്റുകൾ ചെയ്യാനോ ഒന്നും ഒരു ഭയപ്പാടില്ലെങ്കിൽ അവൻ ആര്യങ്ങൾ, അവൻ ജാഹിൽ. ദർസ് നടക്കും. ഏത് കിതാബും ചിലപ്പോൾ ദർസ് നടത്തിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ മറുപടിയും പറയാൻ കഴിഞ്ഞു. പക്ഷേ അൽ ഉലമാഇൽ അവൻ ഉൾപ്പെടുന്നില്ല. മൽ ഇൽമു ഇല്ലൽ അമൽ. ഇൽമ എന്ന് പറഞ്ഞാൽ അത് അമലില്ലാതെ വെറുതെ ഇൽമുണ്ട്. അത് ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് സംഗതിയിലും അങ്ങനെ. വണ്ടി ഓടിക്കാൻ ഒരാൾക്ക് അറിയാം, ഡ്രൈവിങ്ങിനെ കുറിച്ച് നല്ല ഇൽമ. പക്ഷെ വണ്ടി നേരെ പോകുമ്പോൾ അവൻ സ്റ്റിയറിംഗ് പിടിച്ചില്ല, അത് കുഴിയിലേക്ക് കൊക്കയിലേക്ക് പോവുകയാണ്. സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കണം. അമലില്ലെങ്കിലോ ആ ഇങ്ങോട്ട് തരില്ലല്ലോ. ഇത് നേരെ പോയാൽ കൊക്കയിൽ മറിയും, ചിലപ്പോൾ ഈ ഡ്രൈവർ അടക്കം മരിക്കും. എന്നാൽ എല്ലാ ഇൽമുണ്ട്, വണ്ടി ഓട്ടാനുള്ള ഇൽമുണ്ട്. പക്ഷെ വണ്ടി നേരെ കൊക്കയിലേക്ക് പോകുമ്പോൾ അവൻ അമൽ ചെയ്തില്ല, അവന്റെ അറിവ് അനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതിങ്ങോട്ട് തിരിക്കണ്ട, റോഡിലേക്കാക്കണ്ട. ചെയ്തില്ലെങ്കിലോ അവൻ ആ ഇൽമുകൊണ്ട് എന്താ കാര്യം? അവൻ ഡ്രൈവർ ആയിട്ട് എന്താ കാര്യം? ഒരു കാര്യവും. ഏത് വിഷയത്തിലും ഇൽമ് അമലില്ലാതെ ആ ഇൽമുകൊണ്ട് ഒരു കാര്യം. അമൽ എന്താണ്? നമ്മുടെ ഇൽമു കൊണ്ടുള്ള അമൽ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ മുതാലിമീങ്ങൾ ചിലപ്പോൾ ഇൽമു കൊണ്ട് അമൽ ചെയ്യാന്ന് പറഞ്ഞത് പലരും തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്.
മുത്താലിമാകുന്ന സമയത്ത് ചെറിയ ചെറിയ ഇതാ പോകുമ്പോൾ തന്നെ അതിൽ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. പല അദ്കാറും സ്വലവാത്തും കുറെ അതതുകൾ, നിസ്കാരങ്ങൾ, പുറങ്കായ സുന്നത്ത് നിസ്കാരങ്ങൾ, എല്ലാ നിസ്കാരങ്ങളും, ഇങ്ങനെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നാണ് അമൽ എന്ന് വിചാരിച്ചു വെച്ച മുത്താലിമുകൾ ക്ലാസ്സിന് പോകും. ചിലപ്പോൾ വന്നിട്ട് കിതാബ് മുൻകി വെച്ചിട്ട് നേരത്തെ പഠിച്ച ദിക്റുകളൊക്കെ അമല് പറഞ്ഞു. ഇന്ന് അമലാണ്. അതുപോലെ ഈ ദിക്റൊക്കെ ചെല്ലാണോ നേരെയോ ഓതി പഠിക്കാൻ നേരം. അപ്പൊ ഇൽമ് അമലില്ലാതെ ഇൽമ് ഫലവത്താകില്ല എന്ന് പഠിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാകാതെ കിതാബുകളിൽ എവിടെയെങ്കിലും കണ്ടതും കേട്ടതും പറഞ്ഞതും ഓതി പഠിച്ചതുമായ എല്ലാ നവാഫിലും മസ്റൂനാത്തും ഒക്കെ ചെയ്യുക, അതിന്റെ അതത് പൂർത്തിയാക്കുക. അത് ഞാൻ സ്വന്തം ചെയ്തിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ട് ഏതെങ്കിലും ആളുകൾ ശേഖന്മാരായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇപ്പൊക്കെ നല്ല ബിസിനസ് വേണം, അവിടെയൊക്കെ പോവുക, പരമാവധി ഇജാസത്തുകളൊക്കെ വാങ്ങി ദിശയില്ല ദിവൻ അത് ചൊല്ലുക. ഇൽമോണ്ട് അമല് ചെയ്യലല്ല, ഇൽമോണ്ട് അമല് ചെയ്യാതിരിക്കലാണ് പാചകം. തമീസ് വേണം, വകതിരിവ് വേണം. അതാരും പറഞ്ഞെന്താവശ്യമില്ല, സ്വന്തം ഉണ്ടാവുക. ഒരു നിർബന്ധമായ സംഗതി, ഒരു സുന്നത്തായ സംഗതി ഉണ്ടെങ്കിൽ ഏതിനെ മുന്തിക്കേണ്ടതെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം. അത് വാജിബായ സംഗതിയല്ലേ പൂർത്തിയാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാജിബുകളുണ്ട്, അവന്റെ തത്വയിൽ മുഅക്കദ് അല്ലാത്തത് ഏത് എന്ന് ഒരു മുത്താലിമ് തുടക്കത്തിൽ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു വലിയ ആലിമാണ്. ആലിമെന്ന് പറഞ്ഞാൽ പോരാ, വലിയ ഖുത്ബാണ്. ഔലിയാക്കന്മാരുടെ അത്യുന്നത പദവിയാണല്ലോ അഖ്താബിന്റെ പദവി. അങ്ങനെ ഖുത്ബായ ഖുത്ബുൽ ഔലിയ ആയ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു ശറഫ് നബവി റളിയല്ലാഹു അൻഹു നമ്മൾ സാധാരണ ഒന്ന് മിൻഹാജിന്റെ തലക്കൽ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നൽ ഇസ്തിഗ്ഹാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅ ഫഔലാ മാ ഉഫിഖത് ഫീഹി നഫാസ്. നമ്മളത് ഓതി മുഖദ്ദിമയിൽ വിചാരിച്ച് ഓതിങ്ങനെ അങ്ങോട്ട് പോകും. യഥാർത്ഥത്തിൽ ആ ജുംലയാണ് ആ മുഖദ്ദിമയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്തിഗ്ഹാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅ, അത് ഏറ്റവും ഉന്നതമായ പാഠം. നമ്മള് തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞാൽ 33 തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ ഈ പറഞ്ഞ മുത്താലിമീങ്ങളൊക്കെ ചെയ്യും, എല്ലാവരും ചെയ്യും, എല്ലാവരും ചെല്ലുമ്പോഴാണ്. പിന്നെ കുറെ നവാഫിൽ തത്വഉണ്ടാകും. അത് ചെയ്താൽ ആർക്കും ചെയ്ത് തീർക്കാൻ കഴിയും. പറഞ്ഞ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീനിനോട് ആരെങ്കിലും ഒന്ന് മത്സരിക്കുകയാണെങ്കിൽ ദീനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് അതെല്ലാം സമ്പൂർണമാക്കി തീർക്കണം. ദീന് എന്റെ മുമ്പിൽ തോറ്റു പോകണം. അത് പറഞ്ഞൊക്കാണ്ട് ചെയ്താൽ ഇനി എന്താ ചെയ്യാനുള്ളത് പറയുന്ന വെല്ലുവിളിയോടുകൂടെ
തല ഉയർത്തി നിൽക്കാൻ ഒരാൾ അങ്ങനെ ശ്രമിച്ചാൽ ഇല്ല വനബഹു ദീന അവനെ തോൽപ്പിച്ചു സാധ്യമാവില്ല. പരിശുദ്ധ ദീൻ നിങ്ങൾ അമൽ ചെയ്തോളൂ, അതിന് സവാബ് നൽകാം എന്ന് പറഞ്ഞ അമലുകൾ അത് പൂർണ്ണമായും ഞാൻ ചെയ്ത് സവാബുകൾ പൂർണ്ണമായും ഞാൻ കരസ്ഥമാക്കി ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യാം എന്ന് ഒരു വെല്ലുവിളിയുടെ മനോഭാവത്തോടുകൂടെ നിൽക്കാൻ ഒരു മനുഷ്യനും സാധിക്കും. അപ്പോഴൊക്കെ ദീൻ എന്നാ ചെയ്യണം, 100 ദിവസം നിൽക്കിച്ച് ആയിക്കോട്ടെ, പിറ്റേന്ന് 200 ആയിക്കോട്ടെ, കൂലി തരാൻ അള്ളാഹുവിന്റെ കൂലി. ഓം അനുസരിച്ച് 1000 ഒരു ദിവസം ആയിക്കോട്ടെ ചെയ്തോ, അതുകൊണ്ട് നിൽക്കും. 2000 അനുസരിച്ച് കൂലി കൊടുക്കാൻ അള്ളാഹിന്റെ അവൻ എല്ല് മുറിഞ്ഞ് ഒരു മൂലക്കാവുന്നല്ലാതെ ദീനിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ സാധ്യമല്ല. എങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് സെലക്റ്റീവായ അമലുകളാണ് നാം ചെയ്യുന്നത്. അതിനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇസ്തിഖാമത്തുൽ ഇൽം. അത് മറ്റെല്ലാ താഅത്തുകളെക്കാളും മുകളിലാണ്. ഫർദായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ്. ഫർദ് കിഫയായ മറ്റ് ഇബാദത്തുകളെക്കാളും ടോപ്പാണ്. സുന്നത്തായ മറ്റ് അമലുകളെക്കാളും ഉയർന്ന സ്ഥാനത്താണ്. അപ്പോൾ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഖാമത്തുൽ ഇൽമാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും അവന്റെ ഹോബിയും എല്ലാം അതാണ്. ഫർദായ അമലുകളും മുഅക്കദായ സുന്നത്തുകളും അത് മുജാഹിദീങ്ങൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാർ അങ്ങനെ പരിശീലിപ്പിച്ചു വന്ന് പിന്നെ അവർക്ക് അവറാത് ദിക്റുകൾ അതൊരു ജാമിയായ ഒരു ബിരുദാണ്, ഒരു വദീഫയാണ് ഹദ്ദാദ്, റാത്തിബത്തുൽ ഹദ്ദാദ്. അതും ഒരു ഇൽമല്ലാത്ത ഒരു ആക്ടിവിറ്റീസിനും അനുമതി കൊടുക്കാത്ത ഉസ്താദന്മാർ പോലും നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മശായിഖന്മാർ, അവരുടെ മശായിഖന്മാർ അവർക്ക് ഹദ്ദാദ് മുതഅല്ലിമീങ്ങളുടെ കൂടെ അവരും ഇരുന്ന് ചൊല്ലിയിട്ടുണ്ട്. شيخنا بحر العلوم أولا نبر الله مرتضه ونفعنا به. അവിടുന്ന് അങ്ങനെ തന്നെയാണ്. ഹദ്ദാദ് അവിടുത്തെ നേതൃത്വത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മുതഅല്ലിമനായാലും അല്ലാത്തവർക്കാണെങ്കിലും ആവശ്യമായ ദിക്റുകൾ അദ്കാറുൽ യൗമി വൽ ലൈല അടങ്ങിയതാണ് ഹദ്ദാദ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് കാഴ്ചയില്ലാത്ത അവർക്ക് അന്ധനാണ്. 1000-ലധികം കിതാബുകൾ രചിച്ച മഹാനാണ്. കറാമത്തുകളുടെ വലിയ കറാമത്തുകളുടെ ഉടമയായ ഖുതുബായ ഹദ്ദാദ് തങ്ങളുടെ റാത്തിബ്. അതിന് ഒരു 15 മിനിറ്റ് 15 മിനിറ്റുകൊണ്ട് അത് നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് ആവശ്യമായ ദിക്റുകളെല്ലാം വന്നു. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നു, മക്കളായ സുന്നത്തുകൾ നിസ്കരിക്കുന്നു, ഹദ്ദാദും പതിവാക്കുന്നു. ഹദ്ദാദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാബു മുസ്ലിയാർ നമ്പറുള്ളാഹു പറയാറുള്ളത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പല സദസ്സുകളിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹദ്ദാദ് മുഖ്തദീങ്ങൾക്കും മുൻതഹീങ്ങൾക്കും മുതവസ്സിത്തീങ്ങൾക്കും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല. മുഖ്തദീങ്ങൾ പറഞ്ഞാൽ സുലൂക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സാലിഹീങ്ങളാകുന്ന തസവ്വുഫിന്റെ മാർഗത്തിലേക്ക് സാലിഹീങ്ങളായ മുറബ്ബിയായ മശായിഖന്മാരുടെ തർബിയത്തിലൂടെയുള്ള സാലിഹീങ്ങൾ തുടക്കക്കാർ, അവർക്കും കുറച്ച് മുന്നോട്ടെത്തിയവർക്കും അങ്ങേ അറ്റത്തെത്തിയവർക്കും ഹദ്ദാദ് ഒഴിവാക്കാൻ ഒരു നിർവാഹം. ഇത് നമ്മൾ നമ്മുടെ ഉസ്താദന്മാർക്ക് അവരുടെ ഉസ്താദന്മാരുടെ മശായിഖന്മാരുടെ സമ്മതവും കൂടി ഉണ്ടാകുമ്പോൾ അത് തിളക്കമുറ്റായി വദീഫയായി നമുക്ക്. അല്ലാത്ത സമയം ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത് എന്ന് മുതഅല്ലിമീങ്ങളായി ജീവിച്ച നമ്മുടെ ഉലമാ, നമ്മുടെ അസാധ്യതത്ത് അവരുടെ ജീവിതം കൊണ്ടും മഹാന്മാരായ പണ്ഡിതന്മാര്
ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറക്കം വരാൻ വേണ്ടി കിടക്കരുത്, ഉറക്കം വരുമ്പോഴാണ് കിടക്കേണ്ടത് എന്ന് അതിന്റെ ആധാറിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് ഉറക്കം വരുമ്പോ ഉറക്കം വന്നിട്ടില്ല എന്നാ പിന്നെ അതിനു വേണ്ടി ഉറക്കം കാത്തു കിടക്കരുത്. നമുക്ക് നമ്മുടെ ദർശനത്തിൽ ഉസ്താദന്മാരുടെ ചിട്ട തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ. കാരണം നമുക്ക് ചിലപ്പോൾ പകല് ദിവസം ഉണ്ടാവും, സ്കൂളിൽ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റു ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് ചിലപ്പോൾ 11 മണി വരെ ഓതിയിട്ട് പിന്നെ ഉറങ്ങണം ഉസ്താദന്മാർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അതതിന്റെ മസ്ലഹത്തനുസരിച്ച് അവർ ഉസ്താദന്മാർ തൃപ്തിവാക്കുന്നത്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നമ്മളുടെ ഇൽമ്, ഈ ഇൽമ് യഥാർത്ഥത്തിൽ എന്താണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണല്ലോ. അപ്പൊ ഈ ഇൽമിനെ അതിന്റെ ഹഖീഖത്ത് തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഈ ഉമ്മത്തിന് ബാധ്യത. ആരാണ് നിലനിർത്തേണ്ടത്? നമ്മുടെ ഉസ്താദന്മാരില്ല, അവരുടെ മശായിഖന്മാർ അവരൊക്കെ ദൗത്യം നിർവഹിച്ചു, രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു പോയി. ഇപ്പോഴുള്ള ഉസ്താദന്മാർ, നമ്മുടെ നേതൃത്വം, മഹാന്മാരായ നേതാക്കന്മാർ, സാദാത്യങ്ങളും അല്ലാഹുവൊക്കെ മഹാന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സുമാറാണ്. അവർ അവരുടേതായ ദൗത്യം നിർവഹിക്കുന്നു, കഠിന യത്നം നടത്തുന്നു. പരിശുദ്ധ ദീനിന്റെ സുഖദീയമായത്തിന്റെ വിശ്വാസവും ആദർശവും അഖീദയും അത് സംബന്ധമായ എല്ലാ ഇൽമുകളും നിലനിർത്താനുള്ള കഠിന യത്നം നമ്മുടെ ഉസ്താദന്മാർ നടത്തുന്നതിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഈ നമ്മുടെ അടുത്തൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, ചെറിയ കോളേജുകളുണ്ട്, ദർസുകൾ ഉണ്ട്, പള്ളി ദർസുകൾ. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ ആരംഭിച്ച ദർസിന്റെ തുടർച്ചയാണ്. നമ്മുടെ നാട്ടിൽ സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി സിലബസാണ് നമ്മുടെ ദർസുകളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അതില് തഫ്സീർ, ഫിഖ്ഹ്, ഹദീസ് 3 ഫന്നുകളാണ്. പിന്നെ നഹ്വു, സർഫ്, ബയാൻ, ബലാഗ, ബദീഅ് അല്ലെങ്കിൽ ആലാത്തായി. ഇത്രയായിരുന്നു ആ പൊന്നാനി സിലബസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ദർസിന്റെ സിലബസുകളിൽ ഗോളശാസ്ത്രം, അതുപോലെ അൽ ഹൈഅ, ഇൽമുൽ ഹൈഅത്തി വൽ ഔഖാത്ത്, മറ്റ് പല ഫന്നുകൾ ശാസ്ത്രീയമായുള്ള ഗണിതശാസ്ത്രം അടക്കം ഉള്ള മൈപതി അടങ്ങുന്ന ഭൗതിക ശാസ്ത്രം, അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പിന്നീട് നമ്മുടെ സിലബസിൽ ഇടം പിടിച്ചു. ഭൗതികമായ അറിവുകൾ കൂടി പുതിയ തലമുറക്ക് ആവശ്യമാണ് എന്നാണ്. അതിനേക്കാൾ കുറച്ചുകൂടി പുരോഗമിച്ച് റെഗുലറായ സർക്കാർ സ്ഥാപനങ്ങളിൽ റെഗുലറായും പ്രൈവറ്റായും മറ്റ് കോഴ്സുകളും ഇന്ന് മുതലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ബിദ്അത്ത് മഖ്സൂദായ ദീനിയായ ഇൽമ്, ആ ഇൽമ് പരിപോഷിപ്പിക്കാനും ആ ഇൽമ് പ്രചരിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും ആവശ്യമായ ഉപത്തുകളാണ്, ആരാധന. നമ്മള് കല്യാണ തിരക്കില് നിക്കാഹ് മറന്നു എന്ന് ഒരു ചൊല്ലുണ്ട്. മറ്റ് ഫുനൂന്, മറ്റ് ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ വിഷയങ്ങൾ, ഇതൊക്കെ പഠിക്കുന്നതിന്റെ തിരക്കിൽ ബിദ്അത്ത് മഖ്സൂദായ ദീനിയായ ഇൽമ് നടത്തുന്നതാണ്. ഈ ദീനിയായ ഇൽമിന് പരിപോഷണത്തിന് വേണ്ടിയാണ് മറ്റെല്ലാ ഫന്നുകളും നാം പഠിക്കുന്നത് എന്ന് നേരത്തെ തന്നെ നമുക്ക് നിയ്യത്ത് വേണം. അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി ഇൽമ് പഠിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യണം.
നമ്മൾ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഓതാൻ വന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ത്വലബ്തുൽ ഇൽമ ലിഗൈരില്ലാഹ് ഫഅബാ അൻ യകൂനൽ ഇൽമു ഇല്ലാ ലില്ലാഹ്. ഇൽമു പഠിക്കാൻ വേണ്ടി പോയത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹാദൽ ഇഹ്യാഉ അൻ യകൂന ഖുർആനൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഖുർആനിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു കിതാബാണ് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, ഇൽമു പഠിക്കാൻ പോയത് ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പഠിച്ചു നോക്കുമ്പോ ഇൽമു അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ ഇൽമു വഴങ്ങുന്നില്ല. എന്താ സംഭവം അങ്ങനെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവരുടെ സഹോദരൻ അഹ്മദുൽ ഗസാലിയും രണ്ട് ചെറിയ കുട്ടികളാ വാപ്പ മരിക്കുമ്പോൾ. ആ വാപ്പ ഒരാളെ വിളിച്ച് വസൂയത്ത് പറഞ്ഞ് ഏൽപ്പിച്ച് ഈ രണ്ട് കുട്ടികളെ നോക്കണതാ എൻ്റെ കയ്യിലുള്ള സ്വത്ത് കൊടുത്ത് ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനാണ് വസൂയ. അദ്ദേഹം ആ സ്വത്തിൽ നിന്ന് ഇവരുടെ ചെലവുകൾ ഇങ്ങനെ നടത്തി സ്വത്ത് കുറച്ചുള്ളൂ, അത് തീർന്നു. പിന്നെ സ്വന്തം കാശ് കൊണ്ട് ഈ കുട്ടികളെ ചെലവ് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളെ ഈ അടുത്തുള്ള ഒരു കോളേജ് മദ്രസ അവിടെ ആക്കി തരാം. അവിടെ നിന്നാകുമ്പോൾ കഞ്ഞി ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ലാതെ ഈ രണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ലാതെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്രസയിൽ ചേർത്തത്. അതാണ് വൈകില്ല എന്ന് പറഞ്ഞത്. ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓതാൻ പോയതാണ് നമ്മള്. ഇന്ന് നമുക്ക് ഒന്നും അത് മനസ്സിലാവില്ല. മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും അതിന്റെ കുറച്ച് മുമ്പൊക്കെ പലരും ഒന്നാം പോയിരുന്നത് ഈ അവസ്ഥയിലാണ്. വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ പാപ്പാന്റെ കയ്യിൽ ഒന്നുണ്ടാവുന്ന പാവപ്പെട്ടവരാണ്. ഗൾഫിന്റെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായി വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന എൻ്റെ ആൺകുട്ടികളെ ഓതാൻ പറഞ്ഞു. പെൺകുട്ടികളെ പിന്നെ അന്ന് ഓതാൻ പറഞ്ഞേക്കാൻ സംവിധാനം ഇല്ലാത്തത്. അങ്ങനെ ഓതി വന്നതാണ് നമ്മുടെ ഈ ഇന്ന് ഉള്ള വലിയ വലിയ ഉലമാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാ ഒക്കെ അങ്ങനെ തന്നെയാണ്.
ബഹുമാനപ്പെട്ട വീട്ടിൽ വളരെ വലിയ പട്ടിണിയായിരുന്നു. സുൽത്താൻ കൊല്ലുമയുടെ വീട്ടിൽ അങ്ങനെ തന്നെ യതീമായിരുന്നു. വീട്ടിൽ പട്ടിണിയാണ്. നബി ഉസ്താദ് അവിടെ ഓതുന്ന സമയത്ത് ബഹറുലൂമിന്റെ അടുത്ത് ഓതുമ്പോ ഉസ്താദ് നബി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയ സന്ദർഭത്തിൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ അന്ന് പഴയ ഒരു കുടിയില് ഓടൊന്നുമില്ല. അന്ന് ഓലമേഞ്ഞ ചെറിയൊരു കുടിയില് കയറുമ്പോ തല തട്ടുന്ന കൂന്ന് ഉള്ളിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് അവരുടെ ഭൂതകാലം. നമുക്ക് സൗകര്യങ്ങളുണ്ട് അൽഹംദുലില്ലാഹ്. പക്ഷേ അവരുടെ ആത്മാർത്ഥത, അവർക്ക് ഇൽമിനോട് കാണിച്ചിരുന്ന ആത്മാർത്ഥത നമുക്ക് കൈമോശം വന്ന് പോകാൻ പാടില്ല എന്നത് നമുക്ക് ഇപ്പൊ ഇൽമ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നിയ്യത്ത് നന്നാക്കുക. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായ ഇൽമുകൾ. ആ ഇൽമിന് നമുക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഇന്ന് ആ ഇൽമ പ്രബോധനം ചെയ്യാൻ ഭാഷകൾ വേണം. സയൻസ് ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സയൻസ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ സയൻസിന്റെ പേരിൽ പടച്ചു വിടുകയും ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയുള്ള ഓരോ നിർമ്മിതികൾ വരുമ്പോൾ യഥാർത്ഥ സയൻസ് ഏതാണ്, സ്യൂഡോ സയൻസ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ ആ അറിവ് വേണം. എല്ലാ അറിവുകളും വേണം. അതൊക്കെ എന്തിനാണ്? ഇദ്ദാത്ത് മഖ്സൂദായ ദീനിയായ ഇൽമിന്റെ സംരക്ഷണത്തിനും പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടിയാണ്. ഈ ഇൽമ് നമുക്ക് നമ്മുടെ ഉസ്താദന്മാർ എങ്ങനെയാണ്, നമ്മുടെ കിതാബുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, തൈരീമും കാര്യം നമ്മൾ ഓതാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട നവീമാമതങ്ങളുടെ ആദാബ് ഖാരിജി വൽ മുസ്തമിഅ്, ആദാബ് അമലത്തുൽ ഖുർആൻ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ധാരാളം അടവുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കിതാബിലുള്ളതാണ്. നടക്കൂല എന്ന് തോന്നുന്ന ഒരു സ്വഭാവം നമുക്ക് ഓതുമ്പോൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹറുള്ളൊന്നും അവിടുന്നൊക്കെ ഓതിയിരുന്ന ആ സാഹചര്യം എന്തായിരുന്നു, അന്നത്തെ അവസ്ഥയൊക്കെ ചിലപ്പോഴൊക്കെ ദർസുകളിൽ അവിടുന്ന് പറയും. നമുക്കത് വലിയൊരു മോട്ടിവേഷൻ ആകണം. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് ഭക്ഷണത്തിന് ക്യാൻറ്റീൻ സംവിധാനം ഒന്നുമില്ല. ഓരോ വീടുകളിൽ പോയി അവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് പോരണം മുത്താലിമിൽ. അതുകൊണ്ട് തന്നെ ഓതാൻ പോകാത്ത എത്രയോ ആളുകളാണെന്നുണ്ട്. ആരാന്റെ ഭക്ഷണം കഴിക്കാൻ എന്റെ കുട്ടിയെ പറഞ്ഞേക്കൂല എന്ന നിലക്ക് അന്ന് അത്യാവശ്യം നിവൃത്തിയുള്ള വീടുകളിൽ നിന്നൊന്നും കുട്ടികൾ ഓതാൻ പോകില്ല. അപൂർവം ചില ആളുകൾ, ഇൽമുള്ള ആളുകൾ, ഇൽമുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർ പറഞ്ഞേക്കുന്നല്ലാതെ, ഞാൻ ഈ പറഞ്ഞതാണ് അന്നത്തെ സാഹചര്യം. ഭക്ഷണം കൊടുക്കാൻ, കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ സ്വന്തം വീട്ടിൽ മാർഗില്ലാതെ എന്നാൽ അവരിവിടെ പട്ടിണി കിടക്കണ്ട, അവർ ഓത്തിന് ഒതുക്കിക്കോട്ടെ, എന്നാൽ അവിടെ അവർക്ക് ഭക്ഷണം ഒന്നും ചെയ്യാനോ എന്നാണ് അന്നത്തെ ഒരു പൊതു ചിന്ത. അവർ പാവപ്പെട്ടവരാണ് അന്ന് താലിമീങ്ങളായി വന്നത്. പണക്കാർ ഓതി പഠിച്ച് ആലിമീങ്ങളായത് കഴിഞ്ഞ കാലത്ത് അപൂർവം ചില ആളുകൾ. ബഹുമാനപ്പെട്ട കൈപ്പറ്റ പീരാൻകുട്ടി മുസ്ലിയാർ വലിയ മഹാനാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ മുഹദ്ദിഖാണ്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയുടെ ഒക്കെ ഉസ്താദാണ്. അവര് പണക്കാരനായിരുന്നു. മൂപ്പര വാപ്പ അന്ന് വില്ലേജ് ഓഫീസർ, അന്ന് അതിന് അധികാരി എന്നാ പറയുന്നത്. പണ്ടത്തെ പ്രയോഗത്തിന് അധികാരിയാണ്, ഇന്നത്തെ വില്ലേജ് ഓഫീസർ. അധികാരിയുടെ മോനാണ്. ആ വാപ്പ പണക്കാരനാണ്, പക്ഷെ മോൻ ഓതാൻ പറഞ്ഞേക്കും. അപ്പൊ അതിന് വേറെ വീടുകളിലൊന്നും പോയി ഭക്ഷണം കഴിക്കുക. പിന്നെന്താ ചെയ്യാൻ? സ്വന്തം ചെലവ്. അങ്ങനെ കൈപ്പറ്റി പീരാൻകുട്ടി മുസ്ലിയാർ ആരുടെയും ഭക്ഷണം കഴിച്ചല്ല ഓതിപ്പിടിച്ചത്. അവർ സ്വന്തം പൈസക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാണ് ഓതിയത്. ഓതാനുള്ള ദർശനമുണ്ടാവും. ആപ്പപ്പെടുക്കുന്ന പൈസ കൊണ്ട് ആ കാശ് കൊടുത്ത് ഭക്ഷണം കഴിച്ചാണ്. അപ്പൊ അവർക്ക് സമൂഹത്തിനോട് ആ നിലക്കുള്ള ഒരു ബാധ്യത ഇല്ല. സമൂഹത്തിന്റെ ഭക്ഷണമാണല്ലോ നമ്മളൊക്കെ കഴിക്കുന്നത്.
നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഉപയോഗിക്കുന്നതും നമ്മുടെ അക്കോമഡേഷനും സൗകര്യങ്ങളൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെതാണ്. നമ്മളാരും വീട്ടിൽ നിന്ന് ഇവിടെ ഫീസ് കൊടുത്ത് പഠിക്കുന്നവരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സംവിധാനങ്ങളിൽ അങ്ങനെ വളരെ കുറവാണ്. ദർവാ കോളേജായാലും അറബി കോളേജായാലും ദർസുകാരനായാലും ഫീസ് കൊടുത്തൊന്നും പഠിക്കുന്നില്ല. അപ്പൊ സമൂഹത്തിന്റെ ചെലവിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം ഡബിളായി വരികയാണ്. സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധ ദീനിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ നഫ്സിനോടുള്ള ഉത്തരവാദിത്വം, നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, സർവോപരി നമ്മെ പഠിക്കാനും എത്രയോ വർഷങ്ങൾ 5, 8, 10 അതിലധികവും വർഷങ്ങൾ നമ്മെ പൂർണ്ണമായി ഏറ്റെടുത്ത് അത് അവരുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ കാശാണ്, അവരുടെ മക്കൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കാനുള്ള കാശാണ് നമ്മെ തീറ്റിപ്പോറ്റുന്നത് എന്ന് നമുക്കറിയാം. എങ്കിൽ അവരൊക്കെ നമ്മളോട് ചോദിക്കാൻ പറ്റും. ഞാൻ മുതാലിമിന് ഭക്ഷണം കൊടുത്ത് ഞാൻ എന്റെ ചെലവിലാണ് പഠിച്ചത്. അവൻ പഠിച്ചോല്ലേ? ചോദ്യം ഉണ്ടാവില്ല. അതെന്തായാലും ചോദിക്കൂല. അപ്പൊ ആ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകുമ്പോ നമ്മൾ കർമ്മോത്സുകരാണ്. ഇന്ന് മുതാലിമീങ്ങൾക്ക് കൂടുതൽ ശവാബിൽ കൂടുതലാണ്. ശവാബിൽ പരമാവധി നമ്മുടെ ഇൽമിൽ നിന്ന് വഴിതിരിക്കുന്ന എല്ലാ ശവാബിലും നമ്മൾ മാറ്റിവെക്കാൻ പരമാവധി കാലം മാറിയിട്ടുണ്ട്. പുതിയ യുഗം വന്നിട്ടുണ്ട്. ശൈഖുന പഠിച്ച കാലമല്ല ഇത് എന്നൊക്കെ ബോധ്യം നമുക്കുണ്ട്. അന്ന് മൊബൈലില്ല, മറ്റ് ശവാബിലൊന്നുമില്ല, പത്രമില്ല. പത്രം നാട്ടിൽ വരുന്നുണ്ടാവും, ദർസ് വരുത്തില്ല. അപ്പൊ മുമ്പിൽ ഉസ്താദ് ഉണ്ടാവും, കിതാബ് മാത്രം. ആ കിതാബിന്റെ ഹവാശി ഉണ്ടാകും, അത് പഠിക്കും. നമ്മളൊക്കെ ഇപ്പൊ അൽഫിയ പോകും. അൽഫിയ ബെയ്ത്ത് കാണാതെ പഠിക്കല് മുമ്പ് മുതാലിമീങ്ങൾക്ക് ഫർദ് ഐന. ഉസ്താദ് അല്ലെങ്കിൽ മുഴുവൻ ചൊല്ലണം. ശൈഖുന പറയും എല്ലാവരും ബൈത്തിന്റെ അൽഫിന്റെ ബെയ്ത്ത് കാണാതെ പഠിച്ചു, ഞാൻ അതിന്റെ ശറഹും കൂടി കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് ബഹറിൽ തോന്നുന്നു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അൽഫിന്റെ ബെയ്ത്തും അതിന്റെ ശറഹൊക്കെ കാണാതെ പഠിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ അധ്വാനത്തിലായിരിക്കും. അത് നിങ്ങള് വിചാരിക്കും നിങ്ങളുടെ സ്കാൻ ചെയ്തെടുക്കുന്ന അത്ര വലിയ മെമ്മറി പവർ ആയിരുന്നു, അതുകൊണ്ട് ഒറ്റ നോട്ടം നോക്കിയിട്ട് കാണാൻ പാടാതെ അങ്ങനെയല്ല ചെയ്യുന്ന. അധ്വാനിച്ച് തന്നെയാണ്. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി മെമ്മറി പവറോ എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റോ ആയ ഒരാളായിട്ടല്ല ശൈഖുന ഉണ്ടായിരുന്നത്. അധ്വാനിച്ച് നേടിയതാണ്. നമ്മളിപ്പോ പരമാവധി ഓതിയ എത്ര കൊല്ലോ? 10 കൊല്ലം ആയാൽ തന്നെ അതിന്റെ 10 ഉണ്ടാവില്ല, 9, 8 ഇങ്ങനൊക്കെയാണ്. ശൈഖുന 20-ൽ അധികം വർഷം കൂടി പഠിച്ചിട്ടുണ്ട്. പിന്നെയാണ് മുതലിസാകുന്നത്. അങ്ങനെ അൽഫി ഓതുന്ന സമയത്തുണ്ടായ ഒരു സംഭവം നമ്മളോട് ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട്. ചെമ്മങ്കടവ് മലപ്പുറത്ത് അവിടെ ദർസ് തോന്നുന്നു 5 മുദരിസന്മാർ ഉസ്താദന്മാരുണ്ട് അവിടെ. സാഖത്തുള്ള മുസ്ലിയാർ വണ്ടൂര് അവരവിടെ അന്നത്തെ ചെറിയ മുദരിസാണ്. അങ്ങനെ രാത്രി ഇശ നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് വസ്ത്രമൊക്കെ അലക്കി. അന്ന് ഒരൊറ്റ കൂട്ടേ വസ്ത്രമുള്ളൂ. എല്ലാ മുതാലിമീങ്ങൾക്കും അങ്ങനെ തന്നെ. ഇന്ന് നമുക്ക് എത്ര കൂട്ടം വസ്ത്രം ഉണ്ടെന്ന് ഒരാളെ ഞാൻ ചോദിച്ചാൽ അല്പം ഒന്ന് നിൽക്കണം എന്നാണ്, എന്നിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ വസ്ത്രം അലക്കിയിട്ട് തോർത്ത് കൊണ്ടുകൊടുത്ത് പള്ളിയുടെ മുകളിൽ, മുമ്പ് പഴയ പള്ളി കണ്ടിട്ടില്ലേ, ജനതും അതിന്റെ മുകളിലൊരു കിളിഭാഗത്തിൽ ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന അൽഫിയുടെ ബെയ്ത്ത് ഇങ്ങനെ കാണാതെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മല്ലാക്ക വന്ന് വാങ്ങി വിളിച്ചു. അപ്പോ നേരാകാതെ വാങ്ങി വിളിക്കുന്നത് മോനെ ഞാൻ നേരായിട്ട് തന്നെ വാങ്ങി വിളിച്ചത്. കുട്ടി ഉറങ്ങാൻ മറന്നുപോയത്. ആ ബൈത്ത് അൽഫിയുടെ ബൈത്ത് ചൊല്ലി ആ ഗന്ധത്തിൽ ഇങ്ങനെ ചൊല്ലി സുബിഹിയായിട്ട് അറിഞ്ഞിട്ടില്ല സമയം. അത് ഒരു ദിവസത്തെ അത്ഭുതമല്ല, അങ്ങനെയാണ് അവരുടെ ജീവിതം. ായും
ഇൽമിനോട് ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് ഒരു മുജാഹിദിന് ഉണ്ടാകുമ്പോഴാണ് അവർ ഇൽമു കിട്ടുക ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത്, നീ നിന്റെ പുല്ലിനെയും ഇൽമിന് കൊടുത്താൽ അതിന്റെ ബഅബ് നിനക്ക് തരും. ആ പറഞ്ഞ വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിന്റെ പുല്ലിനും ഇൽമിന് കൊടുക്കാൻ നിനക്ക് ഇൽമിന് വേണ്ടി സമർപ്പിക്കാവുന്ന നിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ, നിന്റെ ബുദ്ധിയും നിന്റെ തന്റെ ഇടവും നിന്റെ ഉത്സാഹവും നിന്റെ യുവത്വവും നിന്റെ സമ്പത്തും നിന്റെ ടൈമുകളും നിന്റെ ആംബീഷനും നിന്റെ എല്ലാ താല്പര്യങ്ങളും ഇൽമിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചാൽ ഇൽമിന്റെ ബഅദ് നിനക്ക് ഇൽമു ഫുള്ളായി കിട്ടുന്നില്ല. ബുദ്ധിത്വമില്ല കലയിലാന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുള്ള മനുഷ്യ സമൂഹത്തിന് തന്നെ ആ കുറച്ച് കിട്ടിയ ആളുകൾ തന്നെയാണ് ആ ഇൽമു കൊണ്ടാണ് അവര് വലിയ ബഹറുൽ ഉലൂം ആകുന്നതും ശംസുൽ ഉലമ ആകുന്നതും ഖമറുൽ ഉലമ ആകുന്നതും സുൽത്താനുൽ ഉലമ ആകുന്നതും റഈസുൽ ഉലമ ആകുന്നതൊക്കെ. അത് ഇൽമ എല്ലാ ഇൽമും കൂടി കിട്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് അള്ളാഹ് കുറച്ചു കൊടുക്കാൻ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ആത്മാർത്ഥമായി ഇൽമിനോട് പൂർണ്ണമായി സമർപ്പിതനാണ്. ആ പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തനം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചതനുസരിച്ച് നമ്മൾ എന്തും ചെയ്യണം എന്തും ചെയ്യണ്ടെന്ന് നമ്മൾ പഠിച്ചു. ചെയ്യണ്ടെന്ന് പഠിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ചെയ്യണം എന്ന് പറഞ്ഞത് അതിൽ സെലക്ട് ചെയ്യണം. ഫർളായതുണ്ട്, ഫർള് ഐനുണ്ട്, ഫർള് കിഫുണ്ട്, സുന്നത്തുണ്ട്. നമ്മളെ ഇൽമു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൽമു പഠിക്കല്, നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളെ ഫർള് ഐനായ ഇബാദത്തൊക്കെ നമ്മൾ പഠിക്കാൻ ആവശ്യമായി ഇൽമു ഫർള് ഐൻ തന്നെയാവും. ഇപ്പൊ നിസ്കാരത്താണ്, നിസ്കാരം എങ്ങനെയാണ്, അതിന്റെ അർക്കാനും ശുറൂത്തൊക്കെ പഠിക്കണമെന്ന് ഫർള് ഐൻ തന്നെ. അതിനപ്പുറം നമ്മൾ പഠിക്കണത് ഒരേ നമ്മുടെ സ്വന്തം ചെലവിലാണെങ്കിൽ അത് ചിലപ്പോ ഫർള് കിഫയായതോ സുന്നത്തോ ഒക്കെ ആയിട്ട് വരുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഇൽമു പഠിക്കൽ നമുക്ക് ഫർള് ഐനായി. അവിടെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ പറ്റില്ല. കാരണം മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനകൾ, അതിനു വേണ്ടി കൊടുക്കുന്ന സ്വതക്കകൾ, ഹദിയകൾ, നേർച്ചകൾ, അത് നമുക്ക് ഹലാലാകണമെങ്കിൽ നമ്മൾ മുതഅല്ലിമാകണം. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പേര് മുതഅല്ലിം എന്നാ. ദാരിസ് എന്ന് പറഞ്ഞാൽ മതി, ഓതുന്നവനാണ്. ഓതുന്നവനാണെങ്കിൽ മുതഅല്ലിം എന്നല്ല പറയാ, ദാരിസ്. പിന്നെ എന്താ മുതഅല്ലിം എന്ന് നമുക്ക് പേര് വന്നത്? തഅല്ലമ എന്ന് തഫഅല വസനാണ്. തഫഅൽ എന്ന് പറഞ്ഞാൽ തകല്ലുഫിനെ കുറിക്കുന്ന വസനാണ്, തഫഅഉൽ ഭാഗം. അവ മുതഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചു പഠിക്കുന്നവൻ എന്നാണ് ഇതിന്റെ വിദ്യാർത്ഥി എന്നല്ല ഇതിന്റെ അർത്ഥം. കഠിനാധ്വാനം ചെയ്ത് ഇൽമു കരസ്ഥമാക്കുന്നവർ. കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് അവ നമുക്ക് ഈ ഇൽമു നമ്മൾ പഠിക്കുന്നു, ഉസ്താദിന്റെ അടുത്ത് നോക്കുന്നു, വരുന്നു, പിന്നെ നമുക്ക് മറ്റ് ചിന്തകളൊക്കെ ചിതറിപ്പോയാൽ ഈ ഇൽമു നമുക്ക് കിട്ടൂല, അന്യം വന്നു പോകും. അതിൽ നാം ആത്മാർത്ഥത കാണിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും അതിനോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അള്ളാഹുവിനെ നാഫിയായ ഇൽമു ചെയ്യുക. അത് അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തതാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ. നബിയെ തങ്ങൾ ദുആക്കണം, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ, എന്നെ ഇൽമാൽ നീ വർദ്ധിപ്പിക്കണമേ എന്ന് നബിയെ തങ്ങൾ ദുആ ചെയ്യുക. എന്തിനാ? നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കഠിനമായി അധ്വാനിക്കുക, ഇൽമിനോട് ആത്മാർത്ഥത കാണിക്കുക, ഇൽമിനോട് മഹബത്ത് ഉണ്ടാക്കുക, നമ്മുടെ കിതാബുകളെയും നമ്മുടെ ഉസ്താദുമാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അന്നേരക്ക് ലഭ്യമാകേണ്ടതാണ്. വെറും അക്കാഡമിക്കലായ ഒരു വിദ്യാഭ്യാസമല്ല ദീനിയായി എന്ന്. അത് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്ത് അത് പൂർത്തിയാക്കുക, ഒരു പ്രോജക്ട് ചെയ്യുക, ഇതൊക്കെ ആയാൽ അതായി. അതല്ല ദീനിയായിരുന്നു. അത് യഥാർത്ഥത്തിൽ വൈകാരികമായ ഒരു തലം കൂടിയത്. അതിനോട് നമ്മുടെ ആത്മാർത്ഥത എത്ര ഉണ്ട്,
നമ്മുടെ ആദരവ് എത്രയും നമ്മൾ കിതാബിനെ ആദരിക്കണം. കിതാബിന്റെ മുകളിൽ നമ്മൾ ചില സാധനങ്ങൾ വെക്കും. റൈസുബലമന്റെ അവിടെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ കിതാബിന്റെ മുകളിൽ ഒരാൾ കണ്ണട വെച്ചു. നമ്മളെത്താൻ പാടില്ല, അത് കൈവന്റെ ബീരാൻകുട്ടിയില്ലായിരുന്നു കണ്ണത്. അതുപോലെ ഉണ്ണിക്കുട്ടിയിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്, വലിയ ഒരു മഹാനായ വലിയായി മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാരുടെ അനുജൻ ഉണ്ണിക്കുട്ടി മുസ്ലിയാർ. അവരൊക്കെ അങ്ങനെ കണ്ടാൽ വല്ലാതെ ശകാരിക്കുമായിരുന്നു. കിതാബിന്റെ മുകളിൽ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ, പേന അല്ലെങ്കിൽ നോട്ട് ബുക്ക് അല്ലെങ്കിൽ കണ്ണട, അതൊക്കെ കിതാബിനോട് ആദരവ് വേണം. അപ്പോഴാണ് നമുക്ക് ആ കിതാബിന്റെ വറക്കത്തും അതിന്റെ മുസന്നിഫീങ്ങളുടെ പൊരുത്തവും ഒക്കെ നമുക്ക് കിട്ടണം. എല്ലാം സമ്മേളിച്ച് കിട്ടണം. ഇൽമ് നമ്മള് ഈ ക്ലാസ് നടക്കുക, അത് നമ്മൾ പഠിക്കുക, ഇതുകൊണ്ട് മാത്രം ഇൽമിന്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് നമ്മൾ എത്തില്ല. ആ ഇൽമ് അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ബഹറുൽ ഉലൂം ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. മലപ്പുറത്ത് സയ്യിദ് കുടുംബവും തങ്ങന്മാരാണ്. അവരെ വീട്ടില് എല്ലാ കാലത്തും ഒരാൾക്ക് പൊടിയ ഭ്രാന്തൻ, മൂത്താൾക്ക് ഭ്രാന്ത് പിടിച്ച് അദ്ദേഹം അങ്ങനെ ഭ്രാന്തായി അങ്ങനെ വെച്ചാൽ പിന്നെ അയാൾ മരിക്കുന്നതോടുകൂടെ മറ്റൊരാൾക്ക് ഭ്രാന്ത് കൊടുക്കും. ഒരു ദിവസം പോലും ഭ്രാന്ത് ഒഴിവാകില്ല. അയാൾ മരിച്ചാൽ മറ്റൊരാൾക്ക് തോന്നും. അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ ചികിത്സകളും ചെയ്യും. അസ്മാദ് തൽസമത്ത് തുടങ്ങിയ മറ്റ് ചികിത്സകൾ ഒരു മാറ്റം. അവർ ശൈഖുനാന്റെ അടുക്കൽ വന്നു, ബഹറുൽ ഉലൂമിന്റെ അടുക്കൽ ഈ കേസ് വന്നു. അവർ ശൈഖുനാ അവിടെ വീട്ടിൽ ചെന്നു. ശൈഖുനാന്റെ ഈ ഇത്യാദി ചികിത്സാ പരിപാടികളൊന്നുമില്ല, എല്ലാം അറിയാം. തൽസമാത്തൊക്കെ നല്ലോണം അറിയാം. ശൈഖുനാന്റെ അസ്മാദ് തൽസമാത്ത് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ചെയ്യാതെ അതൊക്കെ ദർസിന് വിഘാതമാകും എന്ന നിലക്ക് അതിലേക്കൊന്നും നോക്കുക. അപ്പൊ അവിടുന്ന് ചെന്നിട്ട് ആ വീട്ടിൽ, തങ്ങന്മാരെ വീട്ടിൽ ചെന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹു എന്റെ ഇൽമ് നിന്റെ അടുക്കൽ മഖബൂലാണെങ്കിൽ ഇനി ഈ രോഗം ഈ പരിഹരം ഈ കുടുംബത്തിലുണ്ടാകും. അവരുടെ വാക്ക് വേറെ ചികിത്സ ഒന്നുമില്ല. അതോടുകൂടെ ആ വീട്ടിൽ ഭ്രാന്ത് മാറി പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോ ഈ ചികിത്സക്കാരുടെ ചികിത്സയിൽ വലിയ വലിയ എണ്ണം പറഞ്ഞ ചികിത്സക്കാരൊന്നും ചെയ്തിട്ടൊന്നും ഒരു മാറ്റമില്ലാത്തത് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് എത്രയായിരിക്കും അതിന്റെ ശക്തി. ആ ഇൽമു കബൂലാകണമെങ്കിൽ ശൈഖുനാന്റെ മാതിരി തന്നെ ഇൽമിനോട് ആത്മാർത്ഥത ഉണ്ടാകണം. ആ ആത്മാർത്ഥത നമ്മൾ വാക്കിലുണ്ടായാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ കാണാം. നമ്മൾ ബാഹ്യമായി നമ്മൾ നല്ലവരാണ്, പക്ഷെ നമ്മെ നശിപ്പിക്കാൻ, നമ്മെ ആത്മീയമായി വളരെ മോശമാക്കാൻ നമ്മുടെ കയ്യിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത മുത്താലിമീങ്ങൾ ആരാന്ന് ചോദിച്ചാൽ കൈയൊക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ കയ്യെ പോകും. ഇത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഫൈറ്റായി. ആത്മീയതയിലേക്ക് ഒരു മനുഷ്യന് താല്പര്യം കുറവായിരിക്കും. ശഹവാത്തിനോടാണ് നഫ്സ് താല്പര്യം. ശഹവാത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ സാധനത്തിലുണ്ട്. ഇതിന് സമാനമായ സംഗതികളിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇൽമ് മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രലോഭനമാവുക ഈ ശഹവാത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഉസ്താദന്മാര് ഈ ഫോണ് ഒന്നും മുതാലിമ്യങ്ങൾ വേണ്ട, അത്യാവശ്യം വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് സംവിധാനം പെടുന്നത് വീട്ടിൽ വിളിക്കുക, വീട്ടുകാർ വിളിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു പൊതുവായ ഒരു ഫോണുണ്ടായി. അത് തന്നെ നമുക്ക് ഇതൊന്നും ഉസ്താദന്മാര് നിർബന്ധിച്ച് നടപ്പിലാക്കാനൊന്നും പ്രായോഗികത തടസ്സങ്ങളുണ്ട്.
മുത്താലിമീങ്ങൾക്ക് അവയർനെസ് ഉണ്ടായാൽ അവർക്ക് ചെയ്യാൻ കഴിയും. മറ്റൊരു ഫോണൊന്നും പറ്റൂല, സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മൾ വേണ്ട, ചിലപ്പോൾ പിറ്റേന്ന് കുറ്റങ്ങളുണ്ടാവും. അവർക്ക് അതിന് സൗകര്യമുള്ളത് പോകാൻ സൗകര്യമുണ്ട്. അപ്പോ ഇപ്പൊ നിർബന്ധിച്ച് നടപ്പിലാക്കേണ്ട കാര്യമല്ല. പക്ഷെ നാം സ്വയം നമുക്കൊക്കെ ബുദ്ധി തന്നെ എടുക്കണം. ഈ ഭരണമൊക്കെ എല്ലാവർക്കും തീരുന്നു. അപ്പൊ ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാൾ ബുദ്ധിയാവും. ഇന്നത് വേണം ഇന്നത് വേണ്ട തീരുമാനിക്കാൻ എനിക്ക് സാധിക്കണമല്ലോ. അപ്പൊ എന്റെ ഇൽമിന് തടസ്സമാകുന്നതാണ് ഇത് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ മാറ്റി വെക്കുക, ഉസ്താദിന്റെ കൈ കൊടുക്കുക, അത്യാവശ്യം ഉണ്ടാകുമ്പോൾ വിളിക്കുക. പിന്നെ അത് തീരെ ഉപേക്ഷിക്കാൻ കഴിയില്ലാവും. കാരണം കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വിഷയങ്ങളും അതിന് കുറെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും മറ്റൊക്കെ ഉണ്ടാവും. അതിന് ആവശ്യം വരും. പക്ഷേ നാം അത് നിയന്ത്രണ വിധേയമായി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഇൽമിന് തടസ്സങ്ങൾ ഒഴിവാക്കാം പരമാവധി. ഈ തടസ്സങ്ങൾ ഇൽമ് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, മുദരിസായ സമയത്തും ഇൽമിന് വിഘാതമുള്ള ഒരു സംഗതിക്കും ഷെയ്ഖുന പോയി വരില്ല. പലവട്ടം നമ്മളോട് അയവിറക്കിയ പല സംഭവങ്ങളും ബഹുമാനപ്പെട്ട വടകര ഒന്നതായി തങ്ങൾ പാപ്പ, നിങ്ങൾ കണ്ടവരും ഉണ്ടാവും കാണാത്തവരും ഉണ്ടാവും. അവരൊക്കെ വളരെ നമുക്ക് നാഫിയായിരുന്നു. അത് ഷെയ്ഖുനേറ്റ് വലിയ വന്ന അന്ന് ജീവിച്ചിരുന്ന ഔലിയാക്കന്മാർക്കൊക്കെ ഷെയ്ഖുനായോട് വലിയ ബന്ധവും സ്നേഹവും. അത് സലാം പറഞ്ഞ ദ്വാരക്കാൻ പറഞ്ഞു. നമ്മുടെ അടുത്തുള്ള കട്ടിരിക്കൊപ്പം വലിയുള്ളതായി വടകരമ്മതായി തങ്ങൾ അങ്ങനൊക്കെ അങ്ങനെ തന്നെ നല്ല ബന്ധമാണ്. അപ്പൊ ഇടക്കിടക്ക് ഷെയ്ഖുനാന്റെ ദർസിൽ വരും. വന്ന വേഗം പോകും. ഒരു ദിവസം വന്ന് ഹദ്ദാദിന്റെ സമയത്തായി. അപ്പൊ ഹദ്ദാദ് തീർന്നവരെ അവിടെ ഇരുന്നു. വടകര മുഹമ്മദായി ഹദ്ദാദ് കഴിഞ്ഞപ്പോ എന്തെങ്കിലും പോകാൻ നിങ്ങളോട് ഇരിക്കലില്ലല്ലോ, വേഗം പോകലല്ലോ. അവർ പറഞ്ഞു, ഈ ഹദ്ദാദിന്റെ മജ്‌ലിസിൽ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായി ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് എങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോവുക എന്നാണ് ബഹുമാനപ്പെട്ടവർ. ആ ബർക്കത്ത് എല്ലാറ്റിലും ഉണ്ട്. ആത്മീയമായ അവിടുത്തെ വിധാനം നമ്മള് ഷെയ്ഖുനാനെ ഒരു മുദരിസായി മനസ്സിലാക്കിയതുകൊണ്ട് വലിയുള്ളായി എന്ന് നോട്ടീസിലോട് വന്നില്ലാന്നേ. അന്ന് ജീവിച്ചിരുന്ന ഔലിയാക്കന്മാരൊക്കെ സിയം വലിയുള്ളായി വടകരമായി തങ്ങളൊക്കെ ഷെയ്ഖുന റഹ്മത്തുള്ളാഹി വലിയാണ് എന്ന് പറഞ്ഞവരാണ്. അത് നമുക്ക് ധാരാളം അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. ഇതേ ബഹുമാനപ്പെട്ടവർ വടകരമായി തങ്ങൾ മറ്റൊരു ദിവസം പറഞ്ഞു, ചാരിയത്ത് ദർശനത്തിൽ ഷെയ്ഖുന രാത്രിയാവുന്നത്. ഷെയ്ഖുനോട് ചോദിച്ചു, ഞാൻ കടപ്പുറത്ത് പോവുകയാണ്, ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്, കാണാൻ പോവുകയാണ്, നിങ്ങൾ പോയിട്ടുണ്ടോ? ഷെയ്ഖുനായോട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്നാണ് അസഹ്യ എന്ന് അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞമ്മൾക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ഖിദ്ർ അലൈഹി സ്വലാം ഇപ്പോഴും ഹയ്യാണ്. നേരിട്ട് കാണാം, മുസാഫഹത്ത് ചെയ്യാം, സലാം പറയാം, ദ്വാരപ്പിക്കാം. ഇതിനൊരു അവസരമുണ്ട് എങ്കിൽ നാം എല്ലാം ഒഴിവാക്കി പോകും. ഷെയ്ഖുന ദർസ് നടത്തുമ്പോ അന്ന് രാത്രിയാണ്, കടപ്പുറത്ത് പോവുകയാണ്, ഖിദ്ർ അലൈഹി സ്വലാം വരുന്നുണ്ട്, നിങ്ങൾ വരുന്നെങ്കിൽ പോയിരുന്നു. ഷെയ്ഖുനെന്താ പറഞ്ഞു? ഞാൻ വരുന്നില്ല, എന്റെ ദിവസം. അന്ന് രാത്രി അവിടെ പോയി ഒഴിവാക്കി സുബഹിക്ക് വന്നാൽ സുബഹിദേശം ദിവസം എത്താൻ കഴിയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുമ്പ് പോയി. പിന്നെ മുമ്പ് തിരിച്ചു വന്ന് സുബഹി ആവുമ്പോൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, വന്നോ? ആ വന്ന് കണ്ടോ? കണ്ടു. അപ്പൊ ഒരു നബിയെ കാണാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാണ് കുതിക്കാറ്? ഒരു മുഅ്മിനായ മനുഷ്യൻ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത സൗഭാഗ്യമാണ്. അതിന് അവസരമുണ്ട്. എന്താ ഒരു ദിവസം പോയാലെന്താ, 2 ദിവസം പോയാലെന്താ? ഇനിയിപ്പോ ഇതിന് അവസരം കിട്ടൂല, എന്തായാലും കോട്ടയെന്നാ നമ്മൾ ആലോചിക്കുക. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദർസ്, തദ്രീസ്.
എന്ന് ശൈഖുന ഉൾക്കൊള്ളുകയാണ്. അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൽ മാത്രമേ ഈ നിലയ്ക്ക് നിലപാട് ചെയ്യാൻ കഴിയൂ. അപ്പൊ മുതല്ലിമാകുമ്പോഴും മുദരിസാകുമ്പോഴും എല്ലാം നമ്മൾ ഇൽമുമായി നമ്മുടെ ആ കമ്മിറ്റ്മെന്റ് വളരെ ശക്തമായി. ഇൽമിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന, അതിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുക പരമാവധി. അത്രയും നമുക്ക് പറയാൻ കഴിയുള്ളൂ. അന്നത്തെ അവസ്ഥയിലേക്ക് ഇന്ന് നമുക്ക് പോകാൻ കഴിയില്ല. അന്ന് മുത്താലിമികൾ വലിയ വലിയ ആലിമികളായി പോയതിൽ അത്ഭുതം. പൊന്നാനി ദിവസമൊക്കെ പണ്ടത്തെ മുത്താലിമിങ്ങളുടെ അവസ്ഥകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് ഫോണുമില്ല, സംവിധാനം ഒന്നുമില്ല, ഞാൻ ഫോണുമില്ല, ഒന്നും. അന്ന് കത്ത് മാത്രമാണ്. അന്ന് കത്ത് വരും, മുത്താലിമികൾക്ക് കത്ത് വരുമ്പോ ഒരു അന്നൊരു തകരപ്പെട്ടിയൊക്കെ ഉണ്ടാകും മുത്താലിമികൾ കയ്യിൽ. ഇന്നത്തെ ഉഷാറുള്ള ബാഗൊന്നും ഉണ്ടാവില്ല. കത്ത് വന്നാല് അത് ആ പെട്ടിയിൽ പൊളിക്കാതെ അവിടെ ഒരു വിവരം കിട്ടാൻ കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കലേ ആൾക്കാർ. ഗൾഫിൽ പോയ ഒരാളെ കത്ത് നമുക്കത് മനസ്സിലാവില്ല. പ്രായമുള്ളവർക്ക് തിരിയുള്ളൂ. ഫോണില്ലാത്ത കാലത്ത് ആ കത്തിന് വേണ്ടി കാത്തിരിക്കാൻ വിവരം അറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് അന്ന് ഇന്നിപ്പോ മെസ്സേജ് നിങ്ങൾ അടിച്ചാൽ മതി, കിട്ടുമല്ലോ. അന്ന് കത്ത് എഡിറ്റ് വാങ്ങിക്കൊണ്ടുവരണം, കവർ വാങ്ങിക്കൊണ്ടുവരണം, എഴുതണം, പോസ്റ്റ് ചെയ്യാൻ പോകണം, വലിയ മെനക്കെടാ. അവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുതുള്ളൂ. അങ്ങനത്തെ കത്ത് വീട്ടിൽ നിന്ന് വന്നാൽ അത് പൊളിക്കാതെ പെട്ടിയിലാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ടൊരു കത്ത് വന്നാൽ അതോടെ എന്നിട്ട് ഷഅബാന് ആണ് ദർസ് കൂട്ടുക. അന്ന് പെട്ടി തുറന്നിട്ട് ഈ കത്തം ഒക്കെ തുറന്നു. ചിലത് കത്തിലുണ്ടാവും പെങ്ങളെ കല്യാണം അടുത്ത മാസമാണ്, അതിന് വരണം എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവും. കത്ത് വായിക്കുമ്പോഴേക്കും പെങ്ങൾ കല്യാണത്തിൽ കഴിഞ്ഞ് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ സമയം. വേറൊന്ന് മൂത്താപ്പാക്ക് രോഗം കരച്ചിലാണ്, കാണാൻ വരാനായിരിക്കും. മൂത്താപ്പ് മരിച്ച് മറ ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ കത്തുകൾ. അങ്ങനെ പ്രധാനപ്പെട്ട പല ഒക്കേഷനുകളും വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവർ വിവരം അറിയിക്കുന്ന ആ കത്തൊക്കെ അവിടെ കൂട്ടി വെച്ച് ഷഅബാനിൽ എടുത്ത് തുറന്നാൽ ഏതായാലും ഇപ്പൊ നാട്ടിൽ പോകുകയും അതിന് ഒന്നായിട്ട് ഒറ്റ പോക്കാണ്. മറ്റത് പെങ്ങളെ കല്യാണമാണ് അടുത്ത ആഴ്ച എന്ന് ഈ കത്ത് വായിച്ചതിന് ശേഷം പിന്നാണോ ഓതി കുതിരിക്കാൻ കഴിയില്ല. കല്യാണം നടക്കുന്ന ദിവസമെങ്കിലും അവിടെ ഓർത്ത് ചെയ്യും. അപ്പൊ ആ വിവരം ഇപ്പൊ തൽക്കാലം അറിയണ്ട എന്ന് അന്നത്തെ മുത്താലിം തീരുമാനിക്കണം. എന്താ ഉസ്താദിന്റെ ക്ലാസ് നഷ്ടപ്പെടും. അത് വായിച്ചാൽ എന്തായാലും വീട്ടിൽ ചെല്ലാനുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ ഊഹിക്കുകയാണ്. അപ്പൊ എത്രമാത്രം വലിയ ഒരു സ്വഭാവവും ത്യാഗമാണ് അവര് സ്വയം തന്നെ അനുഷ്ഠിക്കുന്നത്. എന്തിനാണിത്? ഒന്ന് വൈക്കൂടെ? അവര് പറഞ്ഞാൽ അടുത്ത ഷഅബാനില് ദർസ് വന്നാൽ ഷഅബാനിൽ കൂട്ടുമ്പോഴാ പോവുള്ളൂ. അത് അടുത്ത നാട്ടുകാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്താണ് ഇൽമു മുടങ്ങരുതെന്നാണ് ഇതിന്റെ ആവശ്യം. ഇപ്പൊ നമുക്ക് ആ ശബാബില് വളരെയധികം ഇൽമിനെ തൊട്ട് നമ്മളെ തിരിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ മുന്നിൽ കൂമ്പാരമായി വന്ന് ചാടുക. അവിടെയൊക്കെ നമ്മൾക്കൊരു നിയന്ത്രണം ഉണ്ടായാൽ ഇത് നമ്മുടെ ഈ ജീവിതം, ഈ ഒരു സുവർണകാലം പഠിക്കുമ്പോഴുള്ള ഇത് ഒരു വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് പഠനകാലം. അതൊരിക്കലും അത് കഴിഞ്ഞാൽ കിട്ടും. നമ്മളൊക്കെ അത് കഴിഞ്ഞ ആളുകളാണ്. നമുക്കൊക്കെ ആഗ്രഹമുള്ളതാണ് ഇപ്പോഴും മുതല്ലിമാകുന്ന ആ ഒരു മുതല്ലിമിന്റെ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ ഒരു കാര്യം ആലോചിക്കണ്ട, ഒരു ടെൻഷനും ഇല്ല, കുടുംബം നടത്തണ്ട, ഭാര്യ മക്കൾ, അങ്ങനെ യാതൊരു പ്രശ്നവും. ഇത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ എന്നിട്ടും നമ്മൾ അതിന് പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അത് വലിയ പരാജയം തന്നെയാണ്. അപ്പൊ മുതല്ലിമീങ്ങൾ, ഉഖ്റവിയായ മുതല്ലിമീങ്ങളുടെ അടയാളങ്ങൾ നാം കിതാബുകളിൽ ഓതി പഠിക്കുന്നുണ്ട്. പൂർണ്ണമായൊന്നും നമുക്ക് അത് ചെയ്യാൻ തടസ്സങ്ങൾ നമ്മളെ മുമ്പിൽ ധാരാളം. അതില്ലെങ്കിലും കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അലംഭാവം കൊണ്ട് നഷ്ടപ്പെടുന്ന നമ്മുടെ യുവത്വം, ഈ യുവത്വം നമ്മുടെ യുവത്വമുള്ള കഴിഞ്ഞു പോകണം. ചെറിയ മക്കൾ 8ാം ക്ലാസ്സിലോ മറ്റോ തുടങ്ങുന്നവർ ഇതിൽ കുറച്ച് ഉണ്ടാവും. മറ്റതൊക്കെ നമ്മുടെ ആണ് ഈ
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സമയം, ടൈം മാനേജ്മെന്റ് അതില്ലെങ്കിൽ ഒന്നും നടക്കും. പലർക്കും ഒരു പണിയില്ല, എന്നാൽ നിങ്ങൾ സംഗതി ഏൽപ്പിച്ച തീരെ ഒഴിക്കും. എന്താ ഒരു പണി പറയാൻ പ്രത്യേകം പണിയൊന്നുമില്ല, എന്നാൽ ഒരു സംഗതിക്ക് അവന് ടൈമില്ല. എന്താ കാരണം? ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഉടമകളാണ് ഇന്നത്തെ നമ്മുടെ നേതാക്കൾ. സുൽത്താനുലുലമയും റഈസുലുലമയും ബദറു സാദാത്തും താജുൽ മുഹമ്മദിന്റെയും റഈസുന്നയും ഇങ്ങനെ മഹാന്മാർ വേറോട് ഉസ്താദിന്റെ എപ്പോഴാണ് അവർക്ക് ഒഴിവുള്ളത്? എല്ലാ സംഗതിക്കും അവർ വേണം. എന്നാൽ എന്താ നടക്കാത്തത്? എല്ലാം നടക്കും. തിരക്കുള്ള ആളുകൾ അവർക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, വഅൗലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. വിലപിടിപ്പുള്ള, വില എത്രയാണെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ടൈം നാം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സംഗതി ഭൗതിക ലോകത്ത് ഇസ്തിഗ്ഹാറുമാണ്. നമ്മുടെ അമൂല്യമായ ടൈം സ്പെൻഡ് ചെയ്യാൻ, ചെലവഴിക്കാൻ ഏറ്റവും നല്ല സാധനം. എത്രയാണ് നമ്മുടെ ടൈമിന്റെ വില? ഒരു മിനിറ്റിന്റെ വില എത്രയുണ്ടാവും? നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ മിനിറ്റുകൾ കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു മിനിറ്റിന് ഞാൻ എന്ത് വിലയിടും എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? ഇപ്പൊ ആലോചിച്ചാലും നിങ്ങളുടെ ഒരു മിനിറ്റ് എനിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ സങ്കല്പിക്കാമെന്ന്. എത്ര കാശ് തന്നാൽ നിങ്ങളുടെ ഒരു മിനിറ്റ് എനിക്ക് തരും? എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ ആർക്കെങ്കിലും? 1 ലക്ഷം രൂപ, 1 ലക്ഷം മതി. എത്ര വില ഇടും? ഇതിന്റെ വില നമ്മൾ കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. നാം ഈ നശിപ്പിച്ച് കളയുന്ന ടൈമുകൾക്ക് എത്ര വിലയും. ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാണ്. കേരളത്തിൽ അല്ലേ? അദ്ദേഹത്തിന് ഒരു സുഖക്കേട് വന്നു സങ്കല്പിക്കാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഡോക്ടർ പറയുന്നു 1 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. അല്ലെ 1 മിനിറ്റ് കൂടെ കിട്ടിയാൽ, അല്ലെങ്കിൽ 10 മിനിറ്റോ അങ്ങനെ വളരെ ചുരുക്കാൻ എങ്കിൽ ഇദ്ദേഹത്തിന് ഈ വിവരം കൊടുത്താൽ അദ്ദേഹം ആ 10 മിനിറ്റ് സംഭാവന ചെയ്യാൻ സന്നദ്ധനാകുന്ന ആൾ എത്ര കാശ് കൊടുക്കുമെന്നാണ് നിങ്ങളെ അഭിപ്രായം? ആ ജീവൻ രക്ഷിക്കാൻ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതി എന്ന് ഡോക്ടർ പറയും. ഈ 10 മിനിറ്റ് മറ്റൊരാൾ കൊടുക്കാൻ സന്നദ്ധനാണെങ്കിൽ എത്ര കാശ് വാങ്ങും? മുമ്പ് ഒരു 10 ലക്ഷം രൂപ തന്നാൽ തരാം, അല്ലെങ്കിൽ തരൂലെന്ന് പറഞ്ഞ മുമ്പ് വാങ്ങും. വാങ്ങൂല. ജീവനാ പോണേ 1 മിനിറ്റിന് വേണ്ടി. ഈ 1 മിനിറ്റ് 10 ലക്ഷം രൂപ തന്നെങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാങ്ങി. എന്നാൽ 1 കോടി തന്നെങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ വാങ്ങും. 10 കോടി തന്നെങ്കിലേ 1 മിനിറ്റ് വാങ്ങും. 100 കോടി തന്നെങ്കിലേ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള 1 മിനിറ്റ് തരുള്ളൂ. എന്നാലും അദ്ദേഹം പരമാവധി എത്ര വരെ പോകും ഈ 1 മിനിറ്റിന്റെ വിലയിൽ? ഒരു 1000 കോടിക്കൊക്കെ ആണെങ്കിലും വാങ്ങുമായിരിക്കാം. വാങ്ങും തന്നെ. കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ വാങ്ങും, അല്ലേ? ശരി. അപ്പൊ 1 മിനിറ്റിന് 1000 കോടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്?
ഏതമ്പാനി അയാളാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ എത്തിയത്. റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിലാണ്. അയാൾ പറയുന്നു 1 മിനിറ്റ് കിട്ടിയാൽ ജീവൻ രക്ഷിക്കാം. അയാൾക്ക് ഈ 1 മിനിറ്റ് സംഭാവന ചെയ്യണമെങ്കിൽ 1,00,000 കോടി അയാൾ കൊടുക്കോ? മിനിറ്റ് അത് കിട്ടിയ അയാളെ ജീവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ അയാൾ കാര്യമാവുമ്പോ ഇയാൾ കൊടുക്കോ? കൊടുക്കും. ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനാരാണ്? ഇലോൺ മസ്ക്. ഇവനാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലെങ്കിൽ അയാളെ ജീവൻ രക്ഷിക്കാൻ 1 മിനിറ്റ് തരാൻ 1 കോടി രൂപ കൊടുക്കോ? ഈ മിനിറ്റ് നമ്മളുടെ ഈ മിനിറ്റുകൾ തന്നെ കൊടുക്കണം. നമ്മുടെ വെറുതെ നശിപ്പിക്കുന്ന ഈ മിനിറ്റുകൾ തന്നെയാണ് 1 കോടി രൂപ. നമുക്ക് ഇതിനപ്പുറം കണക്ക് അധികം പറയാൻ കിട്ടാത്തതുകൊണ്ട് പറയണില്ല. അപ്പൊ നമ്മുടെ മിനിറ്റിന്റെ വില എത്രയാണ്? എങ്കിൽ ഇത്രയും വിലമതിക്കാത്ത ഇയാൾക്ക് നമ്മുടെ 1 മിനിറ്റ് കൊടുത്താലും ഇലോൺ മസ്കിന്റെ ജീവൻ രക്ഷപ്പെടും. അമേരിക്കക്കാരന്റെ മിനിറ്റ് തന്നെ വേണമെന്നില്ല. എങ്കിൽ നമ്മുടെ മിനിറ്റിന്റെ വില എത്രയാണ്? ഇങ്ങനെയുള്ള എത്ര മിനിറ്റാണ് നമുക്ക് 1 മണിക്കൂർ? എത്ര മണിക്കൂറാണ് നമുക്ക് ദിവസം? എത്ര ദിവസമാണ് നമ്മുടെ ആഴ്ചയും മാസവും വർഷവും? എത്ര വർഷങ്ങളാണ് നമ്മുടെ ജീവിതം? എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ ടൈമിന്റെ വില എത്രയാണ്? ഈ ടൈം വെറുതെ നശിപ്പിക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കില്ല. എങ്കിൽ അത് ഏറ്റവും നല്ല നിലയ്ക്ക് യൂട്ടിലൈസ് ചെയ്യണം. എന്റെ ഈ വിലപിടിപ്പുള്ള വിലമതിക്കാനാവാത്ത സമയം ഞാൻ എന്തിന് ചെലവഴിക്കണം എന്ന് അതിനെക്കുറിച്ച് ഏറ്റവും വിവരമുള്ളവരോട് ചോദിക്കണം. എല്ലാ വിവരവും ബാഹ്യവും ബാഹ്യവുമായ ഇൽമുകൾ സമ്പൂർണമാക്കിയ ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയാ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വാഅതി വഅൗലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. കോടാനുകോടി വില കൊണ്ട് വിലമതിക്കാൻ കഴിയാത്ത മിനിറ്റുകൾ, അങ്ങനെയുള്ള 10,000-കണക്കിന് മിനിറ്റുകൾ, ലക്ഷക്കണക്കിന് മിനിറ്റുകളുള്ള നമ്മുടെ ജീവിതം, ഈ സമയം ചെലവഴിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഇസ്തിഗാലത്തുൽ ബിൽ ഇൽമാണ് എന്ന് പറയുമ്പോൾ പിന്നെ ആര് പറയുന്നത് നമ്മൾ കാത്തിരിക്കണം? ഇനി ഇൽമിന് വേണ്ടി നമ്മുടെ ജീവിതം അങ്ങ് സമർപ്പിക്കുകയും അതിന്റെ മുമ്പിലുള്ള സർവ്വ തടസ്സങ്ങളും മാറ്റുകയും അതിനെ തൊട്ട് നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ ആയാലും അല്ലാത്തതാണെങ്കിലും അതൊക്കെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. ഒഴിവുള്ള സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ആവശ്യമാണ്. ഇതൊന്നും അറിയാത്ത ഒരാളായി ഇന്ന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ കാര്യങ്ങൾ അറിയണം, അതിന് ടൈം വേണം. ടൈം മാനേജ്മെന്റ് പ്രധാനം. അവ നമുക്ക് ഉസ്താദന്മാരുടെ സമ്മതത്തോടു കൂടെ പൊതു കാര്യങ്ങൾ അറിയാൻ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഒരു ദിവസം ഇത് അറിയാനും കാണാനും മനസ്സിലാക്കാനും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ആവശ്യമാണെങ്കിൽ അത് ഉസ്താദന്മാരെ നമുക്ക് അനുവദിച്ചു തരും. എന്നിട്ട് നാം സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്കിത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഉസ്താദന്മാരൊക്കെ പലരും കൂടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ